മനസ്സിലായി കൺസെപ്റ്റ്. ഓക്കെ, പിന്നെ വിളിക്കാം. അറിയാതെ പറ്റിപ്പോയതാ. അയ്യോ, പിടിക്കാനല്ല, തടവാൻ വേണ്ടി വന്നതാ. That long one. Thank you. Welcome. Sir, please. എന്താ ഇത്? ലക്കി കൂപ്പൺ, ഫെസ്റ്റിവൽ ഓഫറാ. 5 കിലോ സ്വർണ്ണ പ്രൈസ്. ഓക്കെ, താങ്ക് യു. ഇത് എന്റെ കൂപ്പൺ അല്ലല്ലോ, പേര് വേറെയാ. ഓ സോറി, ഇത് അഖില മാഡത്തിന്റെയാ. ഇപ്പൊ പോയില്ലേ പെൺകുട്ടി? ഡേവിഡ്, വെയിറ്റ് ചെയ്യൂ സർ, ഇപ്പൊ മാറ്റിത്തരാം. ഏയ്, ഇറ്റ്സ് ഓക്കെ, ഐ നോ ഹർ. ഞാൻ കൊടുത്തോളാം. താങ്ക് യു സർ. ഹലോ, കൂപ്പൺ, ലക്കി കൂപ്പൺ. ചേട്ടാ, ഒരു മിനിറ്റ്. എന്തായി കാണിക്കുന്നത്? അയ്യോ, ഐ ആം കിച്ചു, കൃഷ്ണകുമാരൻ എന്ന കിച്ചു. കൂപ്പൺ മാറിപ്പോയി. ഏത് കൂപ്പൺ? അയ്യോ, ലക്കി കൂപ്പൺ. അതായത് കുട്ടിയുടെ കൂപ്പൺ എന്റെ കയ്യിലും എന്റെ കൂപ്പൺ കുട്ടിയുടെ കയ്യിലുമായി പോയി. കൂപ്പണുകളുടെ ഒരു കളിയെ, ഒരു സ്ലൈറ്റ് കൺഫ്യൂഷൻ. ചേട്ടൻ അവിടെ ഇരിക്കുന്നേ. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, കൂപ്പൺ മാറിപ്പോയി. 5 കിലോ സ്വർണ്ണ സമ്മാനം വെറുതെ അങ്ങ് കളയാൻ പറ്റുമോ? ഇതെടുത്തിട്ട് കുട്ടിയുടെ കയ്യിലുള്ള ഇങ്ങോട്ട് തന്നെ. താങ്ക് യു. കുട്ടിയുടെ കൂപ്പൺ. 5 കിലോ സ്വർണം കിട്ടും, കളയല്ലേ. 1 മിനിറ്റ്. അഖില എന്ന പേരല്ലേ? നൈസ് നെയിം. ഡ്രൈവർ, വണ്ടി എടുക്കൂ. സ്റ്റോപ്പ് ഇറ്റ്. എനിക്കിനൊന്നും കേൾക്കണ്ട. ഐ നോ എവറിത്തിങ്. എല്ലാ ആണുങ്ങളും ഒരുപോലെ. നുണയന്മാർ, ചതിയന്മാർ. അയ്യോ, പതുക്കെ ഒന്ന് എഴുതിക്കോട്ടെ. നുണയന്മാർ, ചതിയന്മാർ. എന്തൊക്കെയാണ് പറഞ്ഞത്? ജന്മാന്തരങ്ങളായുള്ള ബന്ധം മരിച്ചാൽ ഈ മുഖം മനസ്സിൽ നിന്നും ആയില്ല. ഇനി ഇതും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന ചെരുപ്പ് കരണത്തോളൂന്ന് പറഞ്ഞേക്ക്. ഇതെടുത്ത് മാറ്റിക്കേ. അയ്യോ, അപ്പൊ ഈ ചെയിനോ? Have a nice day, madam. Thank you. അതും ചീറ്റി. പാതിരാത്രിയിലും പകൽ വെളിച്ചം. ഇതാ ഒരു ബദൽ പവർ സപ്ലൈ. ഹൈപ്പർ ഇൻവെർട്ടേഴ്സ്. ഓക്കെ മായ. വെൽ ഡൺ മായ, വെൽ ഡൺ. ഗുഡ് ഷോ. ഈ പരസ്യം പുറത്തു വരുന്നതോടെ മിസ് മായയുടെ മാർക്കറ്റ് കുതിച്ചു വരും. നോ ഡൗട്ട്. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. മിസ്റ്റർ ജേക്കബ് സർ, നെക്സ്റ്റ് ക്രെയിൻ ഷോട്ട് അല്ലേ? അതെ. Then make it fast. Yes sir. I was really impressed. മായ, അതൊക്കെ ഓക്കെ. ടീനയുടെ ഹെയർ സ്റ്റൈലും ചേഞ്ച് ചെയ്തേക്കും. ചെന്നാട്ടെ. മായയുടെ എഗ്രിമെന്റിൽ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്താൻ തീരുമാനിച്ചു. എന്താ സർ? പേടിക്കണ്ട, നല്ല കാര്യമാ. ഞാനൊരു 50,000 റുപ്പീസ് ഇൻക്രീസ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സർ. ഒരു ചെറിയ ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ലല്ലോ? ചോദിക്കൂ സർ. മായയുടെ ഈ ബോഡി ഷേപ്പാണ് ക്യാച്ച്. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദിസ്? ഡയറ്റിംഗ് ആണോ അതോ എക്സർസൈസ് ആണോ? അങ്ങനെയൊന്നുമില്ല സർ. മൈ ഗോഡ്, എന്ന് വെച്ചാൽ ജന്മനാ കിട്ടിയത്. ഗോഡ്സ് ഗിഫ്റ്റ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഐ റിയലി അപ്രീഷിയേറ്റ്. ഒരു ഇന്റർവ്യൂ പോലും നടത്താതെ സ്റ്റിൽസ് മാത്രം കണ്ട് മായ ഞാൻ ഫിക്സ് ചെയ്തെന്താണെന്ന് അറിയാവോ? ഐ വാസ് ദാറ്റ് മച്ച് കോൺഫിഡന്റ്. മാത്രമല്ല, മറ്റൊരു മോഡലിനോടും തോന്നാത്ത എന്തോ ഒന്ന് മായയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ സാറേ? വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക, പിന്നെ വരും. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇതെന്ന് ഞാൻ പറയുമ്പോ മനസ്സിലാവും. ഉടനെ വരും. ജസ്റ്റ് എ മിനിറ്റ്. പറഞ്ഞു തോലയ്ക്ക് എന്താ കാര്യം? റിപ്ലൈ കിട്ടി. ആണോ? കള്ളൻ, തെണ്ടി, ചെറ്റ, ഇഡിയൻ, റാസ്കൽ. എന്താണോ ഇത്? ഇത് കംപ്ലീറ്റ് ആ പെണ്ണ് വിളിച്ച തെറികളാ. സാറിന്റെ മുഖത്തോക്കി പറയാനുള്ള മടി കൊണ്ട് എഴുതിക്കൊണ്ട് വന്നത്. നീ വല്ല വൃത്തിയോടും പറഞ്ഞു? ഞാനെന്ത് വൃത്തിയോട് പറയാൻ? പക്ഷേ സാറ് പണ്ടൊരു വൃത്തികേട് കാണിച്ചിട്ടുണ്ട് എന്നാ കുട്ടി എന്നോട് പറഞ്ഞു. അതപ്പോ? എന്റെ സാറേ, ഇതിങ്ങനെയൊക്കെ മുഖമെങ്കിലും ഒന്ന് ഓർത്തു വെച്ചൂടെ? ഇത് സാറ് പണ്ടൊരിക്കൽ ചെയിൻ കൊടുത്ത കേസാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ അവളുടെ പേര്?
ഷീല. ഷീല. ഓ, സാൻഡ്രോ ഷീല. അവൾക്കൊരു സാൻഡ്രോ കാറില്ലേ? കറക്റ്റ്. സാറിനെ പോലൊരു ചതിയനെ ലോകത്ത് കണ്ടിട്ടേയില്ലെന്നും പറഞ്ഞു. പിന്നെ ഈ ജന്മാന്തരങ്ങളുടെ ബന്ധത്തെ കുറിച്ച് സാറ് വല്ലതും പറഞ്ഞു? അതിപ്പോ എല്ലാ ആളുമാരോടും പറയുന്നില്ലേ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ എന്തിനാ വില കളയുന്നത്? കല്യാണം കഴിഞ്ഞാൽ വില പോകുന്നു നിന്നോടാരാ പറഞ്ഞു? അപ്പൊ അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ ഈ നിലയിൽ വില കളയണോന്ന് ചോദിക്കായിരുന്നു. എടാ കിച്ചു, ഒരു പരസ്യ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത് ചില്ലറ കാര്യമല്ല. സുന്ദരികളായ മോഡൽസ് ആണ് ഒരു പരസ്യ കമ്പനിയെ നിലനിർത്തുന്നത്. അതുങ്ങൾക്ക് ശമ്പളം മാത്രം കൊടുത്താ പോരാ. ഇതുപോലുള്ള ചില റൊമാൻറ്റിക് പൊടിക്കൈകൾ ഇറക്കിയില്ലെങ്കിൽ ഇവളുമാര് വഴുതി പോയി കളയും. ചാക്കിട്ട് പിടിക്കാൻ ഇവിടെ കമ്പനികൾ മത്സരമാണ്. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തി കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ആ, പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. ദാ, കാറിന്റെ ചാവി, ക്രെഡിറ്റ് കാർഡ്, ചെയിൻ മാത്രം വേസ്റ്റ് ആയി. ഏയ്, ഒരിക്കലും വേസ്റ്റ് ആവില്ല. ചെയിനാണിപ്പോ അത്യാവശ്യം. പിന്നെ ഈ വണ്ടിക്കടിച്ച പെട്രോൾ, വഴിച്ചെലവ്, പിന്നെ അതെന്താ താൻ ചോദിക്കാത്തെന്ന് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. കണക്കും ബാലൻസ് ഞാൻ പിന്നെ തരാം. ഇയാൾ ഓഫീസിലോട്ട് മിസ് മായ. മായ, പ്ലീസ് കം. എന്താ സർ? ഹിയർസ് എ സർപ്രൈസ് ഫോർ യു. കണ്ണടയ്ക്കൂ. എന്തിനാ സർ? കണ്ണടയ്ക്കൂ. തുറക്കൂ. 22 carats 916 5 sovereigns all for you. ഹാപ്പി? Sure, sir. എല്ലാവരും പറയുന്നു 916. അതേം ഞാൻ തരുന്നു 916. ഓക്കെ, ആള് കയറാനുണ്ടോ? ഹലോ. ഹായ് ലക്കി. ഹലോ, ലക്കി കൂപ്പൺ. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? കിച്ചു, കൃഷ്ണകുമാരൻ എന്ന് കിച്ചു. ലക്കി കൂപ്പൺ 5 കിലോ സ്വർണം. ഇയാൾക്ക് എന്താ വേണ്ടത്? ദാ, ഈ ചോദ്യം തന്നെയായിരുന്നു അന്നും. അന്ന് വേണ്ടിയിരുന്നത് ഈ ലക്കി കൂപ്പൺ. പക്ഷെ ഇന്ന് വേണ്ടത് ഫ്രണ്ട്ഷിപ്പ്. അല്ല, എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. ഓഹ്, അന്ന് എന്തായിരുന്നു ഒരു ഫോം, എന്തായിരുന്നു ഒരു സ്റ്റൈൽ. ആ വെള്ള കാറും കാണാനില്ല. സംതിങ് റോങ് സംവെയർ. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അന്ന് എന്തായിരുന്നു സ്റ്റൈല്, എന്തായിരുന്നു പുകില്, ആ പച്ച കാറും കാണാനില്ല. ആ, അത് ഞാൻ പറയാം. അതെന്റെ കമ്പനി കാറായിരുന്നു. കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസ് ആയിരുന്നു. കമ്പനിയുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്രസ്സുമായിരുന്നു. പക്ഷേ ലക്കി കൂപ്പൺ സ്വർണമല്ലേ, സ്വന്തമാക്കാതിരിക്കാൻ പറ്റുമോ? ഓക്കെ, there you are. Now it's your turn. താൻ പറ. എന്റേതും കമ്പനിക്കാരായിരുന്നു. കമ്പനി വാങ്ങി തന്ന ഡ്രസ്സായിരുന്നു. കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസും ആയിരുന്നു. പോരെ? പോരാ. ഐ എം എ മോഡൽ. കമ്പനിയുടെ ഒരു ഷൂട്ടിന് വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ വന്നതായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ? ഹോസ്റ്റലിലേക്ക്. എവിടെയാ ഹോസ്റ്റൽ? ശല്യപ്പെടുത്താനാണോ? നെവർ. എന്റെ ബസ് വന്നു. പോട്ടെ, ബൈ. ബൈ. വൈറ്റില്ല. ആ, ഇറങ്ങട്ടാ. ഹലോ, ഹലോ. സാറിതെങ്ങോട്ടാ? ആനി ലഗൂൺ പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇന്ന് സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഓ, ഞാനത് മറന്നു. മെനക്കേടായല്ലോ. ആനിയോട് അവിടെ വെയിറ്റ് ചെയ്യാനും പറഞ്ഞു. ഒരാളുടെ ജന്മം പിടിവിട്ടാ വഴുതി പോകും. പക്ഷെ വെഡിങ് ആനിവേഴ്സറി എന്നിലേക്ക് അതിനെക്കാട്ടി കുഴപ്പമാ. ദൈവമേ. സാറ് പേടിക്കണ്ട, കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഞാൻ ഇവിടെ ഇല്ലേ? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇയാളെന്തോ ചെയ്യാനാ? അതൊക്കെ എനിക്ക് വിട്ടുതരൂ സാർ. സാറിന്റെ ജോലി തിരക്ക് രഞ്ജു ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. അത് ഇത്തിരി കൂടെ പൊലിപ്പിച്ച് പറഞ്ഞ് ചേച്ചിയെ ഞാൻ മയപ്പെടുത്താം. ചേച്ചി മയപ്പെടും. പക്ഷെ വേറെ താപ്പാനല്ലേ എന്റെ അമ്മായിയപ്പൻ. കുഴിഞ്ഞ വിത്ത. പോരെങ്കിൽ എന്റെ ഈ കസേര തട്ടിയെടുക്കാൻ ദിശാന്റിനെയും മിനിക്ക് നടക്കുകയല്ലേ ആ ബാലഗംഗാധരൻ. എന്റെ ചുറ്റിക്കളികളെല്ലാം അവൻ അമ്മായിയപ്പനെ അറിയിക്കുന്നുണ്ട്. സാറിന് ഒരു കുഴപ്പവും വരാതെ ഞാൻ മാനേജ് ചെയ്യാം. നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എന്റെ വലം കൈയാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെന്റെ ഇടം കൈയാണ്. പിന്നെ വലം കൈയിൽ എന്താ? അല്ല, ഈ രഞ്ജു ചേച്ചിയെ മയപ്പെടുത്താൻ അല്പം പണച്ചെലവുണ്ട്. കാശൊരു പ്രശ്നമല്ല. ദാ, എന്താന്ന് വെച്ചാ ചെയ്തു. എല്ലാം നിന്നെ വിശ്വസിച്ച ആനി ലഗൂൺ പാർക്കിൽ കാത്തിരിക്കുക. അവൾ അങ്ങ് വഴുതി പോവും. അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. എന്റെ പങ്ക്. എന്ത് പങ്ക്? മുതലാളിയുടെ വ്യൂ പോയിന്റിൽ ചവിട്ടി കയറി
നീ വെട്ടിച്ചെടുക്കുന്ന ഈ പണത്തിന്റെ പങ്ക്. ഇതേ വെട്ടിച്ചെടുത്തൊന്നുമല്ല, മനുസാറിന്റെ വൈഫിന് വിവാഹ സമ്മാനം വാങ്ങാനാ. മനുസാറിന്റെ വൈഫിന് നീ എന്തിന് വിവാഹ സമ്മാനം വാങ്ങണം? എടാ മോനെ, നിന്റെ തട്ടകം തന്നെയാണല്ലോ എന്റെയും. ലൈഫിൽ എനിക്ക് ഒറ്റ അംബീഷനുള്ളൂ, എന്നും നിന്റെ കിരുനക്കി പറ്റിയായി ജീവിക്കാം. ആ മതി മതി, ദാ നിന്റെ പങ്ക്. എടാ ജീവ, നിനക്കൊരു കാര്യം കാണണം. വാ. ദാ കണ്ടോ, മനുസാർ എനിക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന ഓഫീസിന്റെ മോഡൽ ഫുൾ AC. ദാ ഇവിടെയാണ് എന്റെ മുറി. അപ്പൊ എന്റെ തൊട്ടടുത്ത് ചുറ്റും സുന്ദരികളായ കുറെ മോഡൽസ്. ഓ ഈശ്വര, കേട്ടപ്പോ തന്നെ കുളിര് വരുന്നു. ഇതൊന്ന് പൂർത്തിയായിട്ട് വേണം എനിക്കൊന്ന് ജീവിക്കാൻ. എനിക്ക് ഓഹോ, അപ്പൊ ഇതാണല്ലേ നിന്റെ ലക്കി കൂപ്പൺ താമസിക്കുന്ന മാളം. ചെന്ന് മകടി ഊതി ഇറക്കി കൊണ്ടുവാ. ആരോടത്? പെൺകുട്ടികൾ മാത്രം താമസിക്കുന്നത് പുരുഷന്മാർക്ക് എന്താ കാര്യം? താൻ പുരുഷനല്ലേ? ഞാൻ വാച്ച്മാൻ. ഓഹോ, മാനാണല്ലേ. ഞാൻ വിചാരിച്ചു മയിലാണെന്ന്. ചില ചേട്ടന്മാരെന്നെ സ്നേഹം കുടുംബം മയിലേ എന്ന് ഓടാ വിളിക്കാറുണ്ട്. മയിലേന്ന് അല്ലേ? മയിലേ മയിലല്ല, മാനേ. ഇവൻ ഇവിടെ ആരെയോ കാണണോന്ന്. ഐ, ഓ അതവിടെ ഇരുന്നോട്ടെന്നേ. തനിക്കിവിടെ ആരെയെ കാണണ്ടേ? അത് പിന്നെ പേര് മറന്നു പോയല്ലോ. എന്താ അവളുടെ പേര്? അതെങ്ങനെ എനിക്കറിയാം. രമണി, സരള, സരസു. രമണി സരളൊന്നുമല്ല. അപ്പൊ എന്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു. രമണിക്ക് എന്താണ് കുഴപ്പം? എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് പോടോടുന്നു. അതെ, ഇവിടുത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ പേരെന്താ? ഇവിടെ എല്ലാം സുന്ദരിമാരാ, ഞാനടക്കം. കൊതിയൻ. അതാണ് കുട്ടി. അതകിലേ കുട്ടിയെ തന്നെയാ കാണേണ്ടത്. താനും കൂടെ പോന്നെ. താനിവിടെ നിന്നിട്ടാ മതി. മാരീഡാണോ? അല്ല, ഞാനിപ്പൊ വരാം. വരണം. വരാടി. എന്നെ ഓർമ്മയില്ലേ? ലക്കി കൂപ്പൺ. പിന്നെ ഓർക്കാതെ എന്താ ഇവിടെ? ഹായ് അഖില, ഞാൻ ലാൽ, ജീവൻ ലാൽ, ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കുട്ടിയെ കുറിച്ച് എന്നോട് ഇവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ? എവിടെയാ വീട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ മാരീഡാണോ? അച്ഛൻ married അല്ല. അമ്മ Married അല്ല. അപ്പൊ ലവ് മാരേജ് ആണല്ലേ? ഈ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ അച്ഛനും അമ്മ ലവ് മാരേജ് ആയിരിക്കുന്നത്. പക്ഷെ ഞാൻ പോണം. അല്ല, ഞാൻ ഈ കർച്ചീഫ് തരാൻ വന്നതാ. കളഞ്ഞിട്ടില്ല, കയ്യിലുണ്ട്. അല്ല, ഈ കർച്ചിപ്പ് കളയാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുക. അല്ല, അന്ന് ബസ് കയറുമ്പോ അഖില അറിയാതെ ഇത് നിലത്ത് വീണു. ഞാൻ എടുക്കുമ്പോഴേക്കും ബസ് വിട്ടു. സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. താങ്ക് യു. എന്നാൽ ഇതിനു വേണ്ടി മെനക്കെട്ട്. ഇറ്റ്സ് എ പ്ലഷർ. ഓക്കെ, എന്ന് വരട്ടെ. ബൈ. ബൈ. അല്ല അഖില, കിച്ചു, അഖില എന്താ? കർച്ചീഫ് തിരിച്ചു തന്നതിന് ഒരു താങ്ക്സ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ വേണ്ടത്? പറയട്ടെ. കമോൺ. ഫ്രണ്ട്ഷിപ്പ്, ജസ്റ്റ് എൻ ഔട്ടിങ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഡൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ ആയോ? പകുതി ഓക്കെ. അപ്പൊ ബാക്കി പകുതി എനിക്ക് പണി കൂടി. എന്റെ ലൂട്ടി കഴിഞ്ഞു. ഓടി പന്നിച്ചി. വെറുതെ കൊതിപ്പിച്ചു, ദുഷ്ടൻ. ഒരുപാട് സ്വപ്നങ്ങളുമായി നടന്ന ഒന്നും ഫലവത്താവില്ലെന്നാ പറയാറ്. എന്നാലും ഞാൻ സ്വപ്നം കാണും, അതിന് ചെലവൊന്നുമില്ലല്ലോ. കേക്കട്ടെ, എന്തൊക്കെയാ തന്റെ സ്വപ്നങ്ങൾ? കിച്ചുവിനെ പോലെ ഒരുപാടൊന്നുമില്ല, ഒരേ ഒരു സ്വപ്നം. സ്വപ്നമെന്നോ ലക്ഷ്യമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. സസ്പെൻസ് ഇടാതെ കാര്യം പറയടോ. ആ കാണുന്ന വീട് കണ്ടോ? വീടോ? അതൊരു കൊട്ടാരം പോലെ ഉണ്ടല്ലോ. അതുപോലൊരു വീട് എനിക്ക് സ്വന്തമാക്കണം. എന്തിനാ ചിരിക്കുന്നത്? സിറ്റിയുടെ നടുക്കുള്ള ആ വീടിന് എന്ത് വില വരുമെന്നറിയോ? കുറഞ്ഞത് 1 കോടി. ആയിക്കോട്ടെ. കയ്യിലാകെ ഉള്ളത് മോഡലിംഗ്, എന്നിട്ടും സ്വപ്നം ചില്ലറയൊന്നുമല്ല. അതെ, അതിൽ കുറഞ്ഞ ഒരു സ്വപ്നവും എനിക്കില്ല. അത് ശരി. ഇനി ഈ സ്വപ്നം സഫലമായില്ലെങ്കിൽ എന്ത് ചെയ്യും? കോടീശ്വരനായ ഒരാളെ കല്യാണം കഴിക്കും, എന്നിട്ടത് സ്വന്തമാക്കും. അങ്ങനെ ഒരാൾ വരണ്ടേ? വന്നില്ലെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടെത്തി ഞാനങ്ങ് പ്രേമിക്കും. ഓ, എന്തൊരു ബുദ്ധി. എന്നാലും വെറുതെ ഒന്ന് സങ്കല്പിക്കേ. ഓക്കെ. തന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കോടീശ്വരനല്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരനുമായി താൻ പ്രണയത്തിലായി. അല്ല, ജസ്റ്റ് ഇമാജിൻ. നോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. 2 ദുർബലർ ചേർന്നാൽ ഒരിക്കലും ഒരു സ്വപ്നവും പൂവണിയില്ല. അതാണ് എന്റെ കണ്ടെത്തൽ. ഹേയ്, എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല. താൻ വളരെ ഫ്രാങ്കാ. വലിയൊരു സത്യം എത്ര സിമ്പിളായി പറഞ്ഞു. ഹേ കിച്ചു, എന്റെ സ്വപ്നം ഫലിക്കോ? ദേ, അത് കണ്ടോ? പുതിയൊരു പുലരിയായി തിരിച്ചു വരാൻ ആഴിയിലേക്ക് ആണ്ടുപോകുന്ന സൂര്യൻ. ഈ സമയത്ത് ചിന്തിക്കുന്നൊക്കെ ഫലിക്കുന്ന ആര് പറഞ്ഞു? ഞാൻ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്.
നീ ഇതെവിടെയായിരുന്നു? ഞാൻ സ്റ്റേജിന്റെ പുറകിൽ ഒന്ന് റോന്ത് കിട്ടി. അവിടെ ആവുമ്പോ മൊത്തമായിട്ട് കാണാമല്ലോ. പല ഷേപ്പിലല്ലേ പീസുകള്. ആദ്യം കണ്ടപ്പോ ഒന്നും പറയണ്ട അളിയാ, കുളിര് കോരിപ്പോയി. അങ്ങോട്ട് വാ. വേണ്ട വേണ്ട, എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തിൽ ആക്രാന്തമില്ല. ഇങ്ങനെ കാണുന്നതാണ് എന്റെ ഒരു സുഖം. ഇതിനൊരു 40 മാർക്ക് ഞാൻ കൊടുക്കും. നീയോ? ഏയ് അത്രയ്ക്കൊന്നുമില്ല. തൊലി വെളുപ്പ് മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സ് പോരാ. ടീച്ചേഴ്സ് അല്ലടാ, ഫീച്ചേഴ്സ്. എടാ കിച്ചു, ഇത് നിന്റെ ലക്കി കൂപ്പൺ അല്ലേ? ഇത് ഏത് മാളത്തിൽ ഒളിച്ചിരുന്നു? ഇതിന്റെ ഫീച്ചേഴ്സ് ഓക്കെയാണോ? ഡബിൾ ഓക്കെ. എങ്കിൽ ഇതിന് എത്ര മാർക്ക് കൊടുക്കാം? ഇതിന് മാർക്കല്ല, എന്റെ മനസ്സ് തന്നെ കൊടുത്തു കഴിഞ്ഞില്ലേ? ഷീസ് നൈസ്, ബ്യൂട്ടിഫുൾ. ഇവളെ നമുക്ക് വേണം. എത്ര പ്രതിഫലം ചോദിച്ചാലും കൊടുത്തരെ. കമ്പനിയുടെ പ്രസ്റ്റീജിയസ് മോഡലാക്കണം ഇവളെ. കറക്റ്റ്, ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? യെസ് സർ, ഷീസ് നൈസ്, ബ്യൂട്ടിഫുൾ. എന്നാൽ അവളെ ഡീറ്റെയിൽസ് ചോദിച്ച് ഫിക്സ് ചെയ്യ് ഇപ്പൊ തന്നെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകുമോ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? മനുസാറിന് വേണ്ടി എത്ര പെൺപിള്ളേരുടെ പിറകെ ഞാൻ പോയിട്ടുണ്ട്, എത്ര പേരുടെ തെറി കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മനുസാറിന്റെ താല്പര്യത്തിനെ ഞാൻ കൂട്ടുനിന്നിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാ എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയത്. ഇപ്പൊ അതും. എടാ മോനെ, നിന്റെ ജീവിത ലക്ഷ്യം എന്താ? സ്വന്തമായൊരു കമ്പനി, സന്തോഷകരമായൊരു ജീവിതം. ഇതൊക്കെ ആര് വിചാരിച്ചാ നടക്കുക? ഈ മുതലാളി ആണല്ലോ. തറവാട് കൈവിട്ട് പോകാതിരിക്കാൻ മാസാമാസം ഗംഗാധര മുതലാളിക്ക് പലിശ അയക്കുന്നില്ലേ? എവിടെന്നാ പണം? ഈ മുതലാളിയുടെ പോക്കറ്റിൽ നിന്ന്. മനസ്സാറ് സന്തോഷിക്കുന്നിടത്ത് നിന്റെ ജീവിതം രക്ഷപ്പെടുകയാണ്. അത് നീ മറക്കണ്ട. അതൊക്കെ ശരിയാ. എന്നാലും കുന്നാലും ഒന്നുമില്ല. തൽക്കാലം ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ലാന്ന് വിചാരിക്കും. ഇനി അവൾക്ക് നിന്നോട് വല്ലതുണ്ടോ? അതുമില്ല. അവള് കോടീശ്വരനെ കെട്ടാൻ നടക്കാന്ന് നീയല്ലേ പറഞ്ഞത്? എടാ കിച്ചു, സ്വപ്നങ്ങൾ നെയ്തുകൂട്ടാൻ മാത്രമേ നമുക്കൊക്കെ കഴിയൂ. അത് പ്രാവർത്തികമാക്കാൻ സമ്പത്ത് വേണം. എനിക്കോ നിനക്കോ അതില്ല. അതൊക്കെ അറിയിക്കുന്നവർക്ക് വിട്ടുകൊടുക്ക്. മുതലാളിയോട് കൂറുള്ള ഒരു തൊഴിലാളിയായി ജീവിക്കും. ഇനി ഒന്നും ആലോചിക്കണ്ട. ഐമാറ്റിലെ പുതിയ മോഡലായി അവളെ നിയമിച്ച കാര്യം നീ എന്നറിയിക്കേ. വാട ചക്കരെ. മിസ് അഖില, ഡയലോഗ് ഓക്കെ ആണ്? ഓക്കെ സർ. ഷോട്ട് റെഡിയാണ്. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ടേ. ശരി സർ. കണ്ണ, ഈ ആംഗിൾ ഫിക്സ് ചെയ്തു. ഓക്കെ. അതെ, ഏത് ആംഗിളാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഇതാണോ ഇതാണോ? എന്തിനാ? കോസ്റ്റ്യൂം കൊടുക്കാനാ? ആംഗിളൊക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. താൻ പോയി കോസ്റ്റ്യൂം കൊടുക്കും. ചേടാ, ആംഗിൾ അനുസരിച്ചല്ലേ കോസ്റ്റ്യൂം കൊടുക്കാൻ പറ്റുള്ളൂ. സോറി മാഡം, ഞാൻ അല്പം തിരക്കിലായി പോയി. എല്ലായിടത്തും എന്റെ ഈ 2 കണ്ണുകൾ തന്നെ എത്തണം. കോസ്റ്റ്യൂം സെക്ഷൻ, ക്യാമറ സെക്ഷൻ, ലൈറ്റിംഗ് സെക്ഷൻ. ചുരുക്കി പറഞ്ഞ ഞാൻ ഇവിടുത്തെ ഒരു ഓൾറൗണ്ടറാ. ഇതാ മാഡത്തിന്റെ കോസ്റ്റ്യൂം. എന്താ ഇത്? കോസ്റ്റ്യൂം അളവ് കറക്റ്റാ. ഇതിന്റെ ബാക്കി എവിടെ? ബാക്കിയാ? ഇല്ല, ഇത്രേ ഉള്ളൂ. അറേബ്യൻ ജ്വല്ലറിയുടെ ആഡ് എന്നല്ലേ പറഞ്ഞത്? അതെ, ആധുനിക നാരിയുടെ ആധുനിക സ്വർണ്ണ സങ്കല്പം. നോൺസെൻസ്. ഇത്തരം ഡ്രസ്സുകളൊന്നും ഞാൻ ധരിക്കില്ല. ധരിക്കില്ലേ? ഇതെന്ത് കൂത്താ? പിന്നെ ആര് ധരിക്കും? ഞാനാ? ലുക്ക്, അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഞാനിത് ധരിക്കില്ല. ഇങ്ങോട്ട് നോക്കിയേ. കുട്ടി ഇത് ധരിച്ചില്ലെങ്കിൽ മുതലാളിയുടെ പണി കിട്ടുന്നത് എനിക്കായിരിക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? പോയി ഡയറക്ടറോട് പറ. അതെ, പണത്തിന്റെ പ്രശ്നമാണെങ്കിൽ മുതലാളിയോട് പറഞ്ഞ് ശരിയാക്കാം. തുണി കുറയും തോറും മണി കൂടും. സ്റ്റോപ്പ് ഇറ്റ്. എന്താണ് ഇവിടെ? സാറ്, ഈ കുട്ടി ഈ കോസ്റ്റ്യൂം ധരിക്കുന്നില്ല. കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ധരിക്കുന്നില്ല. സാർ ഒന്ന് ധരിപ്പിക്കേ. നിർത്തണം. എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? സ്ത്രീ ഒരു പ്രദർശന വസ്തുവാണെന്നോ, എന്ത് കൂത്താട്ടത്തിന് നിന്ന് തരണമെന്നോ? സ്ത്രീയെ ആദരിക്കാൻ അറിയാത്തവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണോ ഇത്? ഇതാണോ ഈ കുട്ടി ധരിക്കേണ്ടത്? ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ആഡ് ഫിലിമാണ്, ബ്ലൂ ഫിലിം അല്ല. ഓ സോറി മിസ് അഖില. കൊണ്ടുപോടോ. കോസ്റ്റ്യൂമിനല്ലല്ലോ സാർ പ്രാധാന്യം. സ്വർണ്ണാഭരണങ്ങളാൽ പുതിഞ്ഞ ഈ സുന്ദരമേനിക്കല്ലേ. കോൺസെപ്റ്റ് വേണേ മാറ്റാം, പക്ഷെ സ്ത്രീയുടെ മനസ്സ്, സംസ്കാരം ഇത് മാറ്റാനാവില്ല. മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണോ ഇത്? പള്ളിയിൽ അച്ഛന്റെ ലോഹയോ?
സ്ത്രീ ശരീരം മൂടിക്കെട്ടി വെക്കാനുള്ളതല്ല. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അല്പം കലാബോധം വേണം. ആഡ് ഫിലിമാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്, അല്ലാതെ കഥകളിയോ ഓട്ടം തുള്ളലോ ഒന്നുമല്ല. പോയി വല്ല ബിക്കിനിയോ മിനിസ്കട്ടോ എടുത്തോണ്ട് വാടോ. ബി സെക്സി മാൻ, ഐ സേ ബി സെക്സി. എന്താണോ വായം പൊളിച്ചിരിക്കുന്നത്? ഇനിയെങ്കിലും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇന്നിന് ഷൂട്ടിംഗ് മതി. പാക്കപ്പ് പോടോ. സോറി മിസ് അഖില, ഈ മൂഡിൽ ഇന്നിന് ഷൂട്ടിംഗ് വേണ്ട. ഞാൻ കാരണമാ ഇതൊക്കെ സംഭവിച്ചത്. സാറിന്റെ മൂഡ് കളഞ്ഞതിന് ഞാനാ സോറി പറയേണ്ടത്. സാറല്ല, മനു. അങ്ങനെ വിളിച്ചാൽ മതി. നമുക്ക് ഷൂട്ടിംഗ് നാളെ ആക്കിയാലോ? നല്ല മൂഡിൽ. നാളെ എനിക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട്. എന്താ? പേഴ്സണലാ. എന്നാൽ അഖിലേക്ക് ഒഴിവുള്ളത് എപ്പോഴാണോ അപ്പോൾ. ഓക്കെ. താങ്ക് യു സാർ. സാറല്ല, മനു. താങ്ക് യു മനു. ഞാൻ വരട്ടെ. അഖില, തന്റെ ഈ ചിരിയുണ്ടല്ലോ, അതാ ക്യാച്ചിങ്. ചിരിക്കുമ്പോൾ അഖില കൂടുതൽ സുന്ദരിയാവുന്നു. താങ്ക് യു മനു. വെൽക്കം. ഗംഭീരമായിരിക്കുന്നു പെർഫോമൻസ്. എക്സലന്റ്. അതൊക്കെ ശരി, പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താ? നാളെ എന്താണ് അവൾക്കൊരു പേഴ്സണൽ കാര്യം? വേറെ വല്ലവനുമായി? അതൊന്നുമല്ല സാർ. ആ കുട്ടിയുടെ ബയോഡേറ്റ കണ്ടു. കണ്ടു. നാളെ അവളുടെ ബർത്ത്ഡേയാ. ഓ, അത്രയുള്ളോ? ആ ടെൻഷൻ അങ്ങ് മാറി. സാർ, ഈ ബർത്ത്ഡേ പിടിച്ച് നമുക്കൊരു ചീട്ട് ഇറക്കിയാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സാറേ, അഖില സാറിന്റെ മനസ്സിൽ കയറിയെങ്കിലും അഖിലയുടെ മനസ്സിൽ സാറ് കയറണ്ടേ? അതിനൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇത്തിരി പണച്ചെലവുള്ള കാര്യമാണ്, പക്ഷെ പണം സാറിനൊരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് ആദ്യം പണം തരൂ, എന്നിട്ട് ഞാൻ പ്ലാൻ പറയാം. നടക്കൂ? നടന്നിരിക്കും. എന്തിനാ ഈ പിശുക്ക്? അഖില സാറിന്റേതായ പോരെ. കിച്ചു, ഐമാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റാണാ നീ. അസറ്റ്. താങ്ക്സ്.